بسم الله الرحمن الرحيم يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي. പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ഹുജറാത്തിൽ ഇങ്ങനെ ഒരു ആയത്ത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിശുദ്ധമായ ഖുർആൻ പാലിക്കാൻ നമ്മളോട് കൽപ്പിച്ച അദബിൻ്റെ വ്യാപ്തിയും വലിപ്പവും നമുക്ക് മനസ്സിലാക്കാൻ ഈ ആയത്ത് ധാരാളം മതി. ഓ വിശ്വാസികളെ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംസാരിക്കുമ്പോൾ അവിടുത്തെ ശബ്ദത്തിനേക്കാൾ ഉയർന്ന രൂപത്തിൽ സംസാരിക്കരുത്. നിങ്ങൾ പരസ്പരം സംസാരിക്കും പോലെയും സംസാരിക്കരുത്. അങ്ങനെ നിങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുത്തെ ശബ്ദത്തിനേക്കാൾ ഉയർന്ന രൂപത്തിൽ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കർമ്മങ്ങൾ അത് നഷ്ടപ്പെട്ടു പോകും. കർമ്മങ്ങൾ നിങ്ങൾക്ക് ബാത്തിലായി പോകും. അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിങ്ങൾ മര്യാദയോടെ അദബോടുകൂടി സംസാരിക്കണം എന്ന് വിശുദ്ധമായ ഖുർആൻ അവിടുത്തെ മദ്ഹ് പറയുന്ന കൂട്ടത്തിൽ എടുത്തു പറയുകയാണ്. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലിരിക്കുമ്പോൾ അവരുടെ തലയിൽ ഒരു പക്ഷി ഇരിക്കുന്നത് പോലെ അദബോടെയായിരുന്നു അനങ്ങാതെ അവർ ശബ്ദമില്ലാതെ ഇരുന്നിരുന്നത്. മഹാന്മാർ ഇത് വിശദീകരിക്കുന്നുണ്ട്. ഇമാമുന റാസി റളിയല്ലാഹു അൻഹു വിശദീകരിച്ച് പറഞ്ഞത്, ഒരു യജമാനൻ ആ യജമാനനോട് ഒരു അടിമ സംസാരിക്കുന്ന ശൈലിയിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംസാരിക്കാൻ പാടില്ല എന്നാണ് ഖുർആനിൻ്റെ അധ്യാപനം.